തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ UDF സ്ഥാനാർത്ഥി കെ ബാബുവിന് വൻ തിരിച്ചടി. കെ ബാബു നൽകിയ അപ്പീൽ തള്ളിയ സുപ്രീം കോടതി ഹൈക്കോടതിയിലെ നടപടികൾ തുടരാൻ അനുമതിയും നൽകി. കെ ബാബുവിന്റെ എതിർ സ്ഥാനാർത്ഥിയും CPM നേതാവുമായ M സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഹൈന്ദവ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തും ഹൈന്ദവ ആധ്യാത്മിക ചിഹ്നങ്ങൾ ഉപയോഗിച്ചുമാണ് ബാബു വോട്ട് പിടിച്ചതെന്നും ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സ്വരാജ് കോടതിയെ സമീപിച്ചത്. 2021 തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിലാണ് ശബരിമല അയ്യപ്പന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ച് കെ ബാബു തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തിയെന്ന ആരോപണവുമായി എതിർ സ്ഥാനാർത്ഥി M സ്വരാജ് രംഗത്ത് വന്നത്. നിയമലംഘനം നടന്നുവെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യമാണെന്നും അതിനാൽ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചത്. സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി കണ്ടെത്തി. ഈ ഉത്തരവിനെതിരെ ബാബു നൽകിയ അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. ജസ്റ്റിസുമാരായ അനിരുദ്ധ ബോസ്, സഞ്ജയ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രഖ്യാപിച്ചത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വിധത്തിൽ പോസ്റ്ററുകളും ചുവരെഴുത്തുകളും മണ്ഡലത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. അയ്യനെ കെട്ടിക്കാൻ വന്ന സ്വരാജിനെ കെട്ടുകെട്ടിക്കണം എന്ന മട്ടിലായിരുന്നു ചുവരെഴുത്തുകൾ. കൂടാതെ അയ്യപ്പനൊരു വോട്ട് എന്ന അച്ചടിച്ച സ്ലിപ്പുകൾ വീടുകളിലും വിതരണം ചെയ്തിരുന്നു. അതിൽ കെ ബാബുവിന്റെ പേരും ചിഹ്നങ്ങളും ആലേഖനവും ചെയ്തിരുന്നു. ഇതെല്ലാം തെളിവായി സ്വരാജ് കോടതിയിൽ സമർപ്പിച്ചു. ജാതി, മതം, ഭാഷ, സമുദായം എന്നിവയുടെ പേരിൽ പ്രചരണം നടത്തരുതെന്ന ചട്ടത്തിന്റെ ലംഘനമാണ് ബാബു നടത്തിയതെന്നും ആ വിധത്തിൽ ബാബു നേടിയ വിജയം റദ്ദാക്കി തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നുമായിരുന്നു സ്വരാജിന്റെ ആവശ്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 992 വോട്ടുകൾക്കാണ് ബാബു വിജയിച്ചത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ആയുധമാക്കിയിരുന്നുവെങ്കിലും തൃപ്പൂണിത്തുറയിൽ ചെയ്തതുപോലെ പരസ്യമായി മറ്റെവിടെയും ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പോൾ കെ ബാബുവിന്റെ അപ്പീൽ നടപടികൾ കൂടി സുപ്രീം കോടതി തള്ളിയതോടെ UDFന് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് തെളിഞ്ഞിട്ടുള്ളത്. കെ ബാബു ഇതാദ്യമായല്ല സ്വന്തം മുന്നണിയായ UDFനെ പ്രതിസന്ധിയിലാക്കുന്നത്. മുൻ UDF സർക്കാരിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരിക്കെ ബാബു നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങൾ ഇപ്പോഴും UDFനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ബാബു നേരിട്ട് വരികയുമാണ്. ഇതിനോടകം കെ ബാബുവിന്റെ 25.82 ലക്ഷം രൂപയുടെ സ്വത്ത് ED കണ്ടുകെട്ടിയിട്ടുമുണ്ട്. മന്ത്രിയായിരിക്കെ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നതിന്റെ വ്യക്തമായ തെളിവായി ഇത് മാറുകയും ചെയ്തു. EDയുടെ ഈ വിധം ഇടപെടലുകൾ കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലാണ് വരുത്തിയത്. അതിനിടയിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി കൂടി വന്നിരിക്കുന്നത്. ഹൈക്കോടതിയിൽ സ്വരാജ് നൽകിയ ഹർജിയിൽ അനുകൂല വിധിയുണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ വന്നാൽ കെ ബാബു അയോഗ്യനാക്കപ്പെടുകയും നിയമസഭാംഗത്വം നഷ്ടപ്പെടുകയും ചെയ്യും. ബാബുവിന് തൽസ്ഥാനം നഷ്ടപ്പെടുകയും സ്വരാജ് നിയമസഭയിൽ എത്തുകയും ചെയ്താൽ UDFന് അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും.